ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ അതാ ബസ് ഇറങ്ങി വൈകുന്നേരം അങ്ങോട്ട് നടക്കണം കേട്ടോ. വീട്ടിലേക്കല്ല, ആദ്യം മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ 2 ദിവസമായിട്ട് ഞാൻ പോയിട്ട് എനിക്ക് മീൻ കിട്ടിയില്ല. അപ്പോൾ അതാ ഇന്നിതാ അയിലയും മഞ്ഞക്കോരയാണ് കേട്ടോ. അപ്പോൾ അതാ മഞ്ഞക്കോര നല്ല ഫ്രഷാണ്. പക്ഷെ അയില എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പം വാങ്ങിയിട്ടിട്ട് കറി വയ്ക്കണോ വറക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വാങ്ങിച്ചത്. ഇതാ വീട്ടിൽ വന്ന് കുറച്ച് നേരം ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. വന്ന് അപ്പം തന്നെ നമ്മുടെ പൂച്ചകളൊക്കെ കൂടെ കയറി അകത്തേക്ക് കയറി. പിന്നെ അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം ചോറ് പകർത്തിക്കാണ്ട് തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചു. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ശ്രീകുട്ട അവിടെ പാത്രം കഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം അതും കൂടി കഴുകി വെച്ചു. ഒന്ന് മറന്നു കൊടുത്തു. കൗണ്ടർ ടോപ്പ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ നമ്മുടെ മഞ്ഞക്കോരേനെ ചട്ടിയിലേക്ക് ഇട്ടു. ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടി. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമ്മുടെ ചോറ് അങ്ങോട്ട് തിളച്ചോളുമല്ലോ, അത് ഊറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ 3 പൂച്ചക്കുട്ടന്മാരും നോക്കിയിരിപ്പാണ്. ചാളയാണെങ്കിൽ അവർ കഴിക്കില്ല കേട്ടോ. കണ്ടപ്പം തീരെ പറ്റില്ല, തീരെ പറ്റില്ല. ബാക്കിയുള്ളവർ പിന്നെ ഇത്തിരി ചിക്കനും കഴിക്കും, പക്ഷെ അവർക്കൊരു സുഖമില്ലാത്ത പോലെയൊക്കെ. അപ്പോൾ ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും കണ്ടപ്പം വലിയൊരു ഇതുണ്ടായിരുന്നില്ല, കഴിക്കണത്തുള്ളൂ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ചുമച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. ചെമ്മീൻ പൊടിച്ച് ചോറ് കൊടുത്താൽ മാത്രം അവനൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞാൻ വന്ന് കണ്ടതാ ഇത് വറക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാനത് കുറച്ച് കൂട്ടാൻ വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു ഒന്നും കൂട്ടാൻ വയ്ക്കണ്ട, ഒക്കെ വറക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പിന്നെ അവരുടെ ഇഷ്ടമല്ലേ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറ്റാൻ ഇപ്പം ആദ്യം പറഞ്ഞു അന്ന് അമ്മയുടെ ഇഷ്ടമല്ലേ മാങ്ങിയിട്ട് കയറിയിരിക്കുന്നത്, അന്ന് അമ്മ കുറച്ച് മീൻ എടുത്ത് വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് മീൻ എടുത്ത് വയ്ക്കാമെന്ന് വെച്ചു. കുറച്ച് മീൻ വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് നല്ല ഫ്രഷ് മീനായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആകെ 2 മീൻ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വെട്ടുകാട് അങ്ങനെ മീൻകാരൊന്നും ഇല്ല കേട്ടോ. ആദ്യം നന്നായിട്ട് മീൻകാരുണ്ടായിരുന്നു, പിന്നെ കച്ചവടം കുറവായിട്ട് എന്തോന്നറിയില്ല ഇപ്പം മീൻകാരൊന്നും അധികം കാണാനില്ല. ഈ ഒരു ചേട്ടല്ലെങ്കിൽ അവിടെ അധികം വേറെ മീൻകാരെയൊന്നും കാണാനില്ല. പിന്നെ കുറച്ചങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മീൻകാരുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നടക്കണ്ട, ഒരു സ്റ്റോപ്പ് നടക്കണം. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ രാവിലത്തെ നമ്മുടെ രാവിലത്തെ വ്ളോഗ് പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇട്ടിട്ടില്ല, അത് നാളെ എങ്ങാനും ഇടാം. അപ്പോൾ രാവിലെ ഞാൻ പരിപ്പും വെള്ളരിക്കയും മാങ്ങിയൊക്കെയാണ് വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാനങ്ങനെ ഇപ്പോൾ കുറേ നാളായിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല. അമ്മയച്ഛനൊക്കെ ഉള്ളപ്പോൾ വെക്കാറുണ്ടായിരുന്നു. എന്താ വെച്ചാൽ വൈകുന്നേരം വരുമ്പോൾ അവർക്ക് കൂട്ടാനില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, നമ്മൾ വെച്ചുണ്ടാക്കിയൊക്കെ വരുമ്പോഴേക്കും അവർക്ക് 7 മണിക്ക് 8 മണിക്കൊക്കെ എന്തായാലും ഫുഡ് വേണം. ഇല്ലിങ്ങ എന്നുള്ള പേടിച്ചിട്ട് എപ്പോഴും കുറച്ച് കൂട്ടാൻ മാറ്റി വയ്ക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ അങ്ങനത്തെ ഇതില്ലല്ലോ, അപ്പോൾ അത് കാരണം അങ്ങനെ മാറ്റി വയ്ക്കാറൊന്നും പതിയില്ല. പക്ഷേ എനിക്ക് തോന്നി ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ കുറേ കറികളൊക്കെ കേടായി പോവുക, അങ്ങനെയൊക്കെ പിള്ളേരിങ്ങനെ കൊരിയലമ്പ് എടുത്തിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ കറിയൊന്നും കേടായില്ല. വൈകുന്നേരം എനിക്ക് വലിയ പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും പറയാൻ വെച്ചാൽ രാവിലത്തെ കറിയിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നത് തന്നെയാണ് നല്ലത്. ആ ശീലം ഇനി തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ പിന്നെ വൈകുന്നേരം വല്ല മുട്ട വറുക്കുകയോ മീൻ വറുക്കുകയോ എന്തെങ്കിലും ചമ്മന്തിരിക്കൊക്കെ ഒന്ന് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റിയില്ല എന്നൊക്കെ തോന്നിയാൽ ചില ദിവസം നമുക്ക് തോന്നില്ലേ ഇന്ന് വയ്യ എന്നൊക്കെ തോന്നുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മുട്ടയാകുമ്പോൾ പിന്നെ സാധാരണ പിള്ളേർ തന്നെ അത് റെഡിയാക്കി ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്തു. ചിലപ്പോൾ എനിക്കുള്ളതും അവർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ മുട്ടയാകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. അപ്പോൾ അതങ്ങനെ വറക്കണത് എന്തായാലും നോക്കണം. ഈ ഒരു അടുപ്പമല്ലേ വെച്ചിട്ടുണ്ട്, അത് കാരണം. അപ്പം ഞാൻ അവിടെ തന്നെ ഇരുന്ന് മാങ്ങ അരിയാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ചൂടാക്കാനുള്ള കറി ഫ്രിഡ്ജിൽ നിർത്തുക, പാത്രത്തിലാക്കി. അപ്പോഴേക്കും അവിടെ വെള്ളമായി കേട്ടോ. മിണ്ടുമ്പോഴേക്കും എല്ലായിടത്തേക്കും വെള്ളമാവുകയാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ മാങ്ങ അരിയാനായിട്ടെടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ ഓരോരോ പാത്രങ്ങൾ അവിടെ ഇടയ്ക്ക് ഇരിക്കുക, അതൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ കത്തി എടുത്ത് കണ്ട് പിന്നെ അരിയാനായിട്ട് മാങ്ങ ചെത്താനായിട്ട് ഇരുന്നു കേട്ടോ. ഇത്തിരീശ ചനച്ചിട്ടുണ്ട്. മീൻകറിയിലേക്ക് നല്ല ഒട്ടും ചനയ്ക്കാത്തതാണല്ലോ. അച്ചാറിലേക്കൊക്കെ ഞാൻ ഇത്തിരീശ ചനച്ച മാങ്ങയാണ് നല്ലത്. ഇതാകുമ്പോൾ ഒട്ടും ചനയ്ക്കാണ്ട് പച്ച മാങ്ങയാണ് ടേസ്റ്റ്. പക്ഷെ വേറെ എന്താ ചെയ്യുക, ചനച്ചു തുടങ്ങി. ഇനിയിപ്പോൾ അത് അന്വേഷിച്ച് പൊട്ടിക്കാനൊന്നും ഈ രാത്രി പോകാൻ പറ്റില്ലല്ലോ. 2 മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ട് വെച്ചു. അതങ്ങനെ ചെത്തിയെടുത്ത് വെച്ചു കേട്ടോ. മീൻ പകുതി വറുത്തത് നടുവിൽ നിന്ന് ഇങ്ങനെ വറുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ അത് കരിയില്ല. പിന്നെ അരിയത്തുള്ളത് നടുവിലേക്ക് എടുത്തുവിടും. അങ്ങനെ വറുത്ത് കോരിയെടുത്തു കേട്ടോ. ഇവിടെ നന്നായിട്ട് മൊരിയണതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ട് മൊരിച്ചെടുത്തു. പിന്നെ ഇന്ന് വലിയ മസാലകളൊന്നും പുരട്ടി അങ്ങനത്തെ പരിപാടിക്കൊന്നും പോയില്ല. സിമ്പിൾ മസാല വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഒരു ബൗളിലേക്ക് മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ മാങ്ങ അരിഞ്ഞിട്ടു. പിന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ഒക്കെ അതിൽ ചേർത്ത് വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇടല്ലേ വേണ്ടോ, നാളികേരം ചേർക്കുക അത്രയല്ലേ വേണ്ടോ. അപ്പോൾ അത് കാരണം അങ്ങനെ കറക്റ്റാക്കി എടുത്തു വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ഈ കറി കുറച്ചുള്ളൂ, പക്ഷെ അത് മതി കേട്ടോ. പിന്നെ നമ്മുടെ അപ്പുറത്തെ പറമ്പിലും
ചേട്ടൻ വാഴക്കുട പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറേയൊക്കെ പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും എനിക്ക് മൊത്തം പ്രാന്താന്ന്. എനിക്കത് ഇഷ്ടമാണ്. പിന്നെ കടയിലും 1-2 പേർക്ക് കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഒരു 4 അവർക്കും കൊണ്ടു കൊടുക്കാമല്ലോ. അപ്പോൾ ഒരുവിധം പൊളിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ പുറത്തത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ കുറച്ച് കേടായിട്ടുണ്ട്. അത്യാവശ്യം ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ. വെള്ള കളറ് ഞാൻ ഇന്നാളെ ഏതോ ഒരു വ്ളോഗിൽ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് തുടങ്ങി തന്നെ അരിഞ്ഞെടുക്കാമെന്നൊക്കെ. പക്ഷെ അമ്മയൊന്നും അങ്ങനെ എടുക്കണ കണ്ടിട്ടില്ല. അത് കാരണം ഞാനും എടുക്കണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ചോറുണ്ണാന്ന് വെച്ചാൽ ഇവിടെ ചോറുണ്ണാൻ വിളിക്കുമ്പോഴേ എന്താ പ്രത്യേകത എന്നറിയോ? സാധാരണ നമ്മൾ റീൽസിലൊക്കെ കാണുന്നത് എല്ലാവരും ബാത്റൂമിലേക്ക് ഓടണതല്ലേ. ഇവിടെ ബാത്റൂമിലേക്കൊക്കെ തന്നെയാണ്, പക്ഷെ കുളിക്കാനാണ് പോവുക 2 മക്കളും കേട്ടോ. ചോറെടുക്കാമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നാൽ മതിയാണ്, ഒന്ന് ഓടി പോയിട്ട് കുളിച്ചിട്ട് വരാം അങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യത്തെ അങ്ങനെ കുളി കഴിഞ്ഞ് വന്നു. ശ്രീകുട്ടൻ കുളിക്കാനൊന്നോ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വേണ്ട, ഇത് കഴിഞ്ഞിട്ട് കുളിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്ത് കുളിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്നാലും അവനും കുളിക്കാനായിട്ട് ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവൻ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഞങ്ങളെല്ലാതും നിരത്തി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ചാറുകറി, അച്ചാറും, മീൻ വറുത്തതും അത്രയ്ക്കുള്ള വലിയ വിഭവങ്ങളൊന്നും പറയാനൊന്നുമില്ല. സാധാരണ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളല്ലേ കാണിക്കണത്. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ മീൻ വറുത്തതുണ്ടായ എൻ്റെ മക്കൾക്ക് പിന്നെ ചാറുകറി വേണമെന്നോ അച്ചാർ വേണമെന്നോ ഒന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് കാരണം ആദ്യത്തിന് മീൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കനേക്കാളൊക്കെ ഭയങ്കര ഇഷ്ടം മീനാണ്. അങ്ങനെ അപ്പോഴേക്ക് ശ്രീകുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ അത് ആദ്യം വീഡിയോ ഓണാക്കിയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ട് ആ ടീഷർട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് നീങ്ങുന്ന അതൊക്കെ ഇട്ടിട്ട് പിന്നെ വന്ന് ഇരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വിളമ്പി കൊടുത്ത് അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ കഴിച്ചു. പിന്നെ പിള്ളേരുടെ കഴിഞ്ഞിട്ടില്ല, എൻ്റെയും ചേട്ടൻ്റെയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ വന്നിട്ട് ഇന്ന് തീരെ റെസ്റ്റ് എടുത്തിട്ടില്ല. അപ്പം ഇനി വേഗം പണികൾ കഴിഞ്ഞിട്ടല്ലേ ഒന്ന് ഇരിക്കാൻ പറ്റുക, അപ്പോഴൊരു സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ചില ദിവസം ഞാൻ പണികളോട് വിട്ടിട്ട് റെസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്, തീരെ വയ്യാൻ തോന്നിയാൽ. അപ്പോൾ നീളമുള്ള കത്തി കാണാനില്ല കേട്ടോ, അത് അന്വേഷിക്കുകയാണ്. അത് ഞാൻ സിങ്കിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകാനായിട്ട്. പക്ഷെ അതിലേക്ക് നോക്കിയെന്നുണ്ടെങ്കിലും അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ചെറിയ കത്തി എടുത്ത് കൊടുത്ത് ചേട്ടൻ അവിടെ ഇരിക്കല്ലേ, ചേട്ടൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു കേട്ടോ. അത് അരിയാനായിട്ട് ചേട്ടൻ ചോറിനൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴുകി അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് കൊണ്ടുകൊടുത്തു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വേപ്പില, കുറേ ദിവസത്തിന് ശേഷം ഇന്നിത്തിരി വേപ്പില കിട്ടിയതാട്ടോ. നമ്മുടെ ഓഫീസിൻ്റെ അപ്പുറത്ത് വീട്ടിൽ ചേച്ചിയുടെ ഉണ്ട്, എന്നും വാങ്ങിക്കണം എന്ന് വിചാരിച്ച് മറക്കും. ഓഫീസിൽ ചെല്ലുമ്പോൾ പിന്നെ ഈ വേപ്പിലയുടെ കാര്യമൊന്നും ഓർക്കില്ലല്ലോ. ഇവിടെ വെച്ചിട്ട് നമ്മളതൊക്കെ ഓർക്കുന്നുണ്ടെങ്കിലും ഓഫീസിൽ ചെന്നാൽ അതൊക്കെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ ഓർത്തിരിക്കില്ല. പിന്നെ ഞാനപ്പോൾ വേഗം വേപ്പില ഞാനിങ്ങനെ ഇതളുകളായിട്ട് വിടർത്തി ബൗളിലാക്കി ഇടും കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാനും കഴുകാനും ഒക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ ഇന്ന് ആദ്യത്തെ നന്നായിട്ട് ചോറുണ്ടോ, ശ്രീകുട്ടനും നന്നായിട്ട് ചോറുണ്ടോ കേട്ടോ. അവർ കുറച്ച് നേരം ഇരുന്ന് ഇന്ന് എന്താവോ ആ പരിപ്പും വാങ്ങി വെള്ളരിക്കും കറിയൊക്കെ നല്ല ഇഷ്ടമായിട്ട് വീണ്ടും എടുത്ത് കഴിക്കണമൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടനും അതാട്ടെ, എനിക്ക് വലിയ പിടുത്തുണ്ടായിരുന്നില്ല. ഞാൻ അച്ചാറും മീൻ വറുത്തതും മാത്രം കൂട്ടിയിട്ടാണ് ചോറുണ്ടത്. അങ്ങനെ വേപ്പിലൊക്കെ റെഡിയാക്കി അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് നോക്കിയപ്പോഴേ ചേട്ടൻ്റെ പാൻറ്റ് ഷർട്ടൊക്കെ അലക്കാനായിട്ട് കിടക്കണം. അപ്പോൾ വേഗം അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് വെച്ചു. പിന്നെ ഞാൻ വേപ്പിലൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ എല്ലാതും കൊണ്ടുവച്ച് ഇനി പാത്രം കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ആകെ ഒരു വൃത്തികേട്. പിള്ളേർ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അവർ ഇന്നത്തെ ശബ്ദത്തിൽ തീരെ ഉഷാറില്ലാത്ത പോലെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളാം കേട്ടോ. പിള്ളേർ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ടല്ല, ഉള്ളതുകൊണ്ട് തന്നെ അവർ ഏത് നേരം ഇതൊക്കെ ഉണ്ടാക്കും കേട്ടോ. കുഞ്ഞു കുക്കിങ്ങുകളൊക്കെ അവർ ചെയ്യും. അപ്പോൾ ആദ്യത്തെ നല്ല ക്ലീനാക്കും, ചേട്ടനാണ് ക്ലീനാക്കാത്ത ആളെന്നൊക്കെയാണ് നമ്മുടെ ആദ്യം പറയുന്നത്. ശ്രീകുട്ടൻ സഹായിക്കും, പക്ഷേ ഈ പറഞ്ഞ മാതിരി ഓരോ സമയമുണ്ട് എല്ലാത്തിനും. രണ്ടുപേരും അങ്ങനെയൊക്കെ തന്നെ അവരുടെ സമയം കാലമൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയാണ്. അങ്ങനെ പാത്രം കഴുകി കഴിയുന്നതോടുകൂടി ചേട്ടൻ ഇത് അരിഞ്ഞ് തന്നു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വെള്ളം ഒഴിച്ച് കഴുകാറ് പതിവ് കേട്ടോ. പിന്നെ നമ്മുടെ ഓഫീസിലെ ചേച്ചിമാരും നമ്മുടെ കമൻറ്റ് ബോക്സിലും ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി തിരുമ്മി വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി തിരുമ്മി. അതിൽ അടിഭാഗം വരെ തന്നെ 2 അരിഞ്ഞതല്ലേ, അപ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ. 2 അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും എല്ലാവരും കഴിച്ചൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കണ്ടതൊക്കെ കൊണ്ടുവയ്ക്കലാണ്. അപ്പോൾ നിറയെ പൊടിയും മഴുക്കൊക്കെ. അപ്പോൾ അതൊന്ന് തുടച്ചു. അപ്പോൾ അതോടുകൂടി തന്നെ ഫ്രിഡ്ജിൻ്റെ താഴെയും എല്ലായിടത്തും തുടച്ചിട്ടു. വലിയൊരു ഡീപ്പ് ക്ലീനിങ് ഒന്നും പറഞ്ഞുകൂടാ, എന്നാലും ഒന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. മൊത്തത്തിൽ അടുക്കളയൊന്നും എനിക്ക് അടുക്കള ആകെ വൃത്തികേടായിട്ട് തോന്നി. അടുക്കള മാത്രമല്ല എല്ലായിടത്തും വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഓരോ പണിയെടുത്ത് വരുമ്പോൾ സമയം ഇല്ലാണ്ടാകുമ്പോൾ അവിടെ ഇടും. പിന്നെ വൈകുന്നേരം ആയാലും ഒരു പരിധി കഴിഞ്ഞ് നിർത്തണ്ടേ, അതിന് എഡിറ്റിങ് കൂടി തീർന്നിട്ട് വേണ്ടൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില പണികളൊക്കെ വിട്ട് കളയേണ്ടി വരും. അങ്ങനെയാണ് കേട്ടോ. എപ്പോഴും അങ്ങനെ ക്ലീനാക്കി ഇരിക്കാനൊന്നും പറ്റാറൊന്നുമില്ല.
അങ്ങനെ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് മൊത്തത്തിൽ തുടച്ച്. അപ്പോൾ നമ്മുടെ സൈഡിൽ ചുമരുമൊക്കെ ഇങ്ങനെ തെറിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇത്തിരി സോപ്പിട്ട് തേച്ച്, എന്ന് വെച്ചാൽ തുണി കൊണ്ട് തുടച്ചിട്ടൊന്നും പോകണില്ല. അപ്പം കാണുമ്പോൾ വൃത്തികേടായിട്ടൊന്നും തോന്നില്ല, പക്ഷെ നമുക്ക് നല്ലോണം നോക്കിയാൽ അതൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു തുണി കൊണ്ട് തുടച്ചപ്പോൾ ആ തുണിയുടെ നൂലൊക്കെ അതും ഇരിക്കുന്നു. അപ്പോൾ വേറെ പുതിയ തുണി എടുത്തുങ്ങാണ്ട് അതും തുടച്ചിട്ടു. അങ്ങനെ നല്ല ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. പിന്നെ മിക്സിയുടെ ഉള്ളും ഒക്കെ ആകെ വൃത്തികേടായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ച് കഴുകി വെച്ചു. മിക്സി കഴുകുമ്പോൾ എപ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാണ്ട് നോക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും മിക്സി അടിച്ച് പോവും. ആ കാര്യത്തിലൊരു സംശയമില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം മിക്സിയൊക്കെ കഴുകാനായിട്ട്. അങ്ങനെ അതാ മിക്സി പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പം ഇതിൻ്റെ ഈ സിങ്കും ഈ പറഞ്ഞ മാതിരി നല്ല വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി എല്ലാ പ്രാവശ്യം പാത്രം കഴുകുമ്പോൾ കഴുകും, എന്നാലും ഇടയ്ക്ക് നല്ല ബ്രഷൊക്കെ വെച്ച് നന്നായിട്ട് കഴുകണം. അപ്പം അങ്ങനെ ആ ബ്രഷൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി. നമ്മുടെ ആദ്യത്തെ വന്ന് ബ്രഷ് കിട്ടിയത് ഉപകാരമായില്ലേ എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെയാണ് അവർ സംസാരത്തിന് വരിക. ഇന്ന് അവരെ പിടിച്ചില്ല, തൊട്ടപ്പുറത്ത് തന്നെ ആദ്യത്തെ നിൽക്കുന്നുണ്ട് കേട്ടോ വർത്താനം പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കി. പിന്നെ താഴ്ഭാഗം നല്ലോണം അടിച്ചു വാരി പിന്നെ തുടച്ചെടുത്തു. അതിനിടയ്ക്ക് ചോറ് തിളപ്പിച്ചത് നമ്മുടെ അതിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ചേട്ടൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ, ചോറ് വെക്കണതിനൊക്കെ. തുടച്ച് കഴിഞ്ഞ് ഇനി എഡിറ്റിംഗ് ആണ് പരിപാടി. കുളി കഴിയണം, എഡിറ്റിംഗ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനൊന്നും മറക്കരുത്. നമ്മുടെ ഇതിലുള്ള റെസിപ്പികളൊക്കെ ഷോർട്ട് വീഡിയോകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ റെസിപ്പി എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഷോർട്ട് വീഡിയോയ്ക്ക് ഇപ്പോൾ നല്ല വ്യൂസ് ഉണ്ട്, പക്ഷെ നമ്മുടെ വലിയ വീഡിയോ ആൾക്കാർക്കൊന്നും സമയമില്ല. അതുകൊണ്ടാണ്. ഞാനായാലും അങ്ങനെ തന്നെ കേട്ടോ. വലിയ വീഡിയോകൾ അപൂർവം, നമുക്ക് അത്രയും ഇഷ്ടമുള്ള ആൾക്കാരുടെ മാത്രമാണ് ഞാനിപ്പോൾ വലിയ വീഡിയോ. അത് അത്രയൊന്നും എനിക്ക് കാണാൻ സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ ഓക്കെ, നാളെ രാവിലെ 9 മണിക്കാണ്. ഓക്കെ.